കുടക് വനത്തിൽ 4 ദിവസം കുടുങ്ങിയിട്ടും മനോധൈര്യം കൈവിടാതെ അതിജീവിച്ച നാദാപുരം സ്വദേശി ശരണ്യ സുരക്ഷിതയായി വീട്ടിൽ തിരിച്ചെത്തി. മരണമുഖത്ത് നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ശരണ്യ കാട്ടിലെ തന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുടകിലെ പ്രശസ്തമായ തടിയന്റെ മോൾ കൊടുമുടി കയറാൻ ശരണ്യ പോയത്. ട്രെക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം വഴിതെറ്റിയ വിവരം ഉച്ചയ്ക്ക് 2:30 അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 40 പേരടങ്ങുന്ന സംഘം 4ആയി തിരിഞ്ഞ് നടത്തിയ ഊർജിതമായ തെരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ശരണ്യയെ കാട്ടിൽ നിന്നും കണ്ടെടുത്തത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ അവർ നാദാപുരത്തെ വീട്ടിൽ സുരക്ഷിതയായി തിരിച്ചെത്തുകയും ചെയ്തു. വനത്തിനുള്ളിൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചും ചെറിയ രീതിയിൽ വാമപ്പ് ചെയ്തുമാണ് താൻ ആരോഗ്യം നിലനിർത്തിയതെന്ന് ശരണ്യ പറയുന്നു. കാട്ടിലെ ഒരു അരുവിയിൽ നിന്നാണ് കുടിക്കാനുള്ള വെള്ളം അവർ ശേഖരിച്ചത്. ദിവസവും 3 ലിറ്ററോളം വെള്ളം കുടിക്കുകയും വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്തു. ആനകളുള്ള പ്രദേശമാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഭാഗ്യവശാൽ വന്യമൃഗങ്ങളുടെ മുന്നിൽ പെട്ടില്ല. മലഞ്ചെരുവിൽ കാൽ വഴുതാതിരിക്കാൻ മരത്തിൽ പിടിച്ചു നിൽക്കുന്നതിനിടെ വെറുതെ ശബ്ദമുണ്ടാക്കി കൂവിയപ്പോൾ കാട്ടിൽ നിന്നും തിരിച്ചു മറുപടി ലഭിച്ചതാണ് രക്ഷാസംഘത്തെ കണ്ടെത്താൻ സഹായകരമായതെന്നും ശരണ്യ വിശദീകരിച്ചു. സാധാരണയായി ഗൈഡ് ഇല്ലാതെ ഒറ്റയ്ക്കാണ് ശരണ്യ ട്രെക്കിംഗ് നടത്താറുള്ളത്. വീട്ടുകാർക്ക് കാട്ടിലെ യാത്രകളെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ മലമുകളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയ ശേഷം മാത്രമാണ് താൻ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് വിവരം അറിയിക്കാറുള്ളതെന്നും അവർ പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് തിരികെ എത്തിയെങ്കിലും തന്റെ യാത്രകൾ അവസാനിപ്പിക്കാൻ ശരണ്യ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ ശേഷം തന്റെ അടുത്ത ട്രെക്കിംഗ് ആരംഭിക്കുമെന്ന് അവർ വ്യക്തമാക്കി. മകളുടെ ഇഷ്ടങ്ങൾക്ക് എതിരു നിൽക്കില്ലെന്ന് മാതാപിതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. താൻ കാട്ടിൽ കുടുങ്ങിയത് നാട്ടിൽ ഇത്ര വലിയ വാർത്തയായത് താഴെ എത്തിയ ശേഷം മാത്രമാണ് അറിഞ്ഞതെന്നും ശരണ്യ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.